കേക്ക് കാണുമ്പോൾ എന്താ ശരിക്കും തോന്നുന്നത്? വലിയ കുഴപ്പമില്ല അല്ലേ? ഇതൊരു പരീക്ഷണമായിരുന്നു കേട്ടോ. എയർ ഫ്രയറിലാണ് ഉണ്ടാക്കിയത്. സാധാരണ സ്റ്റൗ ടോപ്പിലാണ് ഉണ്ടാക്കാറ്. അതുപോലെ തന്നെ ദേ ഈ ഒരു സ്റ്റാൻഡ് ബീറ്ററും നോർമൽ ബീറ്റർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്റ്റാൻഡ് ബീറ്റർ ആദ്യമായിട്ടാണ് കേട്ടോ. ഇതും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് രണ്ടിൻ്റെയും. ഈ ഒരു കേക്ക് ഉണ്ടാക്കിയത് പിന്നെ അങ്ങനെ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. നോർമലായിട്ട് എങ്ങനെയാണോ കേക്ക് ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കി കേട്ടോ. കേക്ക് മിക്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. മെയിനായിട്ട് ഈ ഒരു ബേക്കിങ് ഇതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദാ കേക്ക് നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ കുറച്ച് അലങ്കോലപ്പണി ഇരുന്നു കേട്ടോ. കുറച്ച് ക്രീം എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതാ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഇതാ കട്ട് ചെയ്ത് കഴിച്ചു. കേക്ക് ഉണ്ടാക്കൽ എന്തായാലും ഫ്ലോപ്പ് ആയിട്ടില്ല, സംഗതി സക്സസ് ആയിട്ടുണ്ട്. ആ 4 കോഴിമുട്ട എന്തായാലും ലാഭമായി. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ, അത് ഞാൻ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.